PC ഹിൻസൺ ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ സെപ്റ്റംബർ 28 കോഴിക്കോട്, കോട്ടയം എന്നീ ജില്ലകൾക്ക് LDCയുടെ 5ാം ഘട്ട പരീക്ഷ നടന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ, പ്രൊഫഷണൽ ആൻസർ കീയാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായത് ഏതെല്ലാം? അതിൻ്റെ ഉത്തരം B ആണ്. 2ഉം 4ഉമാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. 2ഉം 4ഉം ഏതാണ്? കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ 4ാമത്തെ ഡച്ച് ഗവർണറായിരുന്ന വാൻഡറിൻ്റെ നേതൃത്വത്തിലാണ് ഹോർദോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഈ 2ഉം 4ഉം ആണത് ശരിയായിട്ടുള്ള പ്രസ്താവന. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? അത് അമരാവതിയാണ്. ഓപ്ഷൻ സി അമരാവതിയാണ്. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? എൻ്റെ ആൻസർ B ആണ്. ഓപ്ഷൻ B 2ഉം 3ഉം എന്നുള്ള ഉത്തരമാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര്? അത് VP മേനോനാണ്. D. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് നമുക്കറിയാം. ഓപ്ഷൻ B റൂസോ. അടുത്തത് 6ാമത്തെ, കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ D അഡ്വക്കേറ്റ് K രാജൻ. 7ാമത്തെ, പ്രസ്താവന 1ഉം 2ഉം തന്നിട്ടുണ്ട്. അതിൽ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ B പ്രസ്താവന 2 ആണ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായമാണ്? ഓപ്ഷൻ A തീവ്ര ഉപജീവന കൃഷി. 9ാമത്തെ, തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസൺ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമായ ഉച്ചമർദ്ദ മേഖലയാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി മാസ്കരൻ ഹൈ ആണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതാണ്? അത് ഓപ്ഷൻ A പശ്ചിമഘട്ടം. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? അത് തെറ്റായ പ്രസ്താവന ഈ 4 പ്രസ്താവന തന്നതിൽ ഓപ്ഷൻ D ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയവാഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് CS മീനാക്ഷി. അതായത് ഉത്തരം B CS മീനാക്ഷിയാണ്. അടുത്ത 13ാമത്തെ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ശരിയായത് അതിലെ ഓപ്ഷൻ D ആണ്. എല്ലാം ശരിയാണെന്നുള്ളതാണ്. ഈ തന്നിരിക്കുന്ന പ്രസ്താവന എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ D ആണ്. 14ാമത്തെ, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ്? ഓപ്ഷൻ B 1950. 15ാമത്തെ ക്വസ്റ്റ്യൻ, WTO നിലവിൽ വന്ന വർഷം? അത് ആൻസർ ഓപ്ഷൻ B 1995. 16ാമത്തെ ക്വസ്റ്റ്യൻ, ലോകബാങ്കിന്റെ മറ്റൊരു പേരാണ്? ഓപ്ഷൻ A IBRD. 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇതിൽ എല്ലാ പ്രസ്താവനകളും തന്നതും D ഉത്തരം എല്ലാം ശരിയാണെന്നുള്ളതാണ്. ഓപ്ഷൻ D ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറാണ്? ശക്തികാന്തദാസ്. ഓപ്ഷൻ C ശക്തികാന്തദാസ് ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, 2022-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ A നിർമ്മല സീതാരാമൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? അത് ഓപ്ഷൻ C ഓൺലി 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അത് ഓപ്ഷൻ A അത് 1ഉം 2ഉം എന്നുള്ള ഓപ്ഷനാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അത് ഓപ്ഷൻ B ഓൺലി 1. അത് സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? അത് ഓപ്ഷൻ D ആണ്. ആൾ ഓഫ് ദ എബോ എല്ലാം ശരിയാണെന്നുള്ളതാണ്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, നിർദ്ദേശ തത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? അത് ഓപ്ഷൻ A 2ഉം 3ഉമാണ് അതിൻ്റെ ഉത്തരം, ശരിയായ ഉത്തരം. 25ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതാണ്? അത് ഓപ്ഷൻ C 1ഉം 2ഉം. ഓപ്ഷൻ C ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? അത് ഓപ്ഷൻ B ആണ്. 1ഉം 2ഉം 3ഉമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 27ാമത്തെ, കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? അത് ഓപ്ഷൻ D ആണ്. ആൾ ഓഫ് ദ എബോ, അതായത് എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണെന്നുള്ളതാണ്. പിന്നെ അടുത്ത 28ാമത്തെ, കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? അത് ഓപ്ഷൻ D അത് 1ഉം 2ഉമാണ്. 1 2 ഏതാണ്? വിദേശകാര്യവും 2 പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് എന്നുള്ളതാണ് എൻ്റെ ആൻസർ. 29ാമത്തെ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? അത് ഓപ്ഷൻ A ആണ്. ആൾ ഓഫ് ദ എബോ
ഈ എല്ലാം ശരിയാണെന്നുള്ളതാണ് പറയുന്നത്. ആൾ ഓഫ് ദ എബോ 1, 2, 3 ശരിയാണ്. 30ാമത്തെ, ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? അത് ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള വനിതാ ചീഫ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അത് ഓപ്ഷൻ സി 1, 2 ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 32ാമത്തെ, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അത് ഓപ്ഷൻ സി ആണ്. അത് 1, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 33ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ്, ആൾ ഓഫ് ദ എബോ. അതിലെല്ലാം ശരിയാണെന്നാണ്. ഇനി 34ാമത്തെ, കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആരാണ്? അത് ഓപ്ഷൻ ബി കാറ്റലിൻ കാരിക്കോ. 35ാമത്തെ, ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരുദ്ധരിപ്പിച്ചത്? അത് ഓപ്ഷൻ സി കൂനോ ദേശീയോദ്യാനമാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ, നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം പദ്ധതി. ഓപ്ഷൻ എ ശലഭം. 7ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. അത് 1 ഇൻസുലിൻ ഗ്ലൂക്കഗോൺ, കാൽസിട്രോണിൻ പാരാതെർമോൺ, തൈമോസിൻ തൈറോക്സിൻ, സിമ്പത്തറ്റിക് പാരസിമ്പത്തറ്റിക്. ഇത്ര ഓപ്ഷനാണ് തന്നത്. അതിൽ ഉത്തരം ഓപ്ഷൻ സി തൈമോസിൻ തൈറോക്സിൻ ആണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ്? ഓപ്ഷൻ ഡി ഹൃദയാഘാതം. 39ാമത്തെ, താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനയാണ് ബി. ഓപ്ഷൻ ബി ജീവകം B3യുടെ അഭ്യർത്ഥ രോഗമാണ് പെല്ലാഗ്രോ. അതാണ് ആൻസർ. 40ാമത്തെ ക്വസ്റ്റ്യൻ, മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗമാണ് ഏതാണ്? അത് ഫൈലേറിയൻ വിരിയാണ്. എൻസൈമുകളില്ലാത്ത ദഹനരസമാണ് ഓപ്ഷൻ ഡി പിത്തരസം. 42ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ദൂരത്തിന്റെ യൂണിറ്റ് ഏതൊക്കെയാണ്? ദൂരത്തിന്റെ യൂണിറ്റ് ഓപ്ഷൻ സി 1, 2, അതായത് മീറ്ററും പ്രകാശവർഷവുമാണ് ദൂരത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് ഓപ്ഷൻ സി ആണ്, 1, 2 മാത്രം. 43ാമത്തെ ക്വസ്റ്റ്യൻ, മഴവില്ലുണ്ടാകുന്നതിന് കാരണം എന്താണ്? ഓപ്ഷൻ സി പ്രകാശ പ്രകീർണനമാണ് മഴവില്ലുണ്ടാകാനുള്ള കാരണം. 44ാമത്തെ, മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m³ ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണെന്നുള്ളതിന് ചോദ്യം. അത് ഓപ്ഷൻ എ 0.810. അതാണ് ഓപ്ഷൻ എ. 45ാമത്തെ ക്വസ്റ്റ്യൻ, ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനമാണ്? ഓപ്ഷൻ ഡി PSLV C-57. 46ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ ലോവറിന്റെ പേരെന്താണ്? ഉത്തരം ബി. ഓപ്ഷൻ ബി പ്രഗ്യാനാണ്. 47ാമത്തെ, എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? അത് സി ആണ്, ഓപ്ഷൻ സി ആണ്. -273°C ആണ്. അത് കേവല പൂജ്യം ഊഷ്മാവ്. 48, S ബ്ലോക്ക് P ബ്ലോക്ക് മൂലങ്ങളെ ചേർത്ത് പറയുന്ന പേരാണ്? ഓപ്ഷൻ ബി പ്രാതിനിധ്യ മൂലകങ്ങൾ. 49, ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ്? ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. 50ാമത്തെ ക്വസ്റ്റ്യൻ, പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരമാണ്? ഓപ്ഷൻ ബി കാർബൺ നാനോബഡുകൾ. 51ാമത്തെ ക്വസ്റ്റ്യൻ, ഇവരിൽ ആർക്കാണ് 2023 രസാന്തരത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? അത് ഓപ്ഷൻ എ മെങ്കിജി ഭവൻഡി, ലൂയിസ് ബ്രസ്, അലക്സേക്ക് മോവ് എന്നിവർക്കാണ് രസാന്തരത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ 52, ഉചിതമായത് ചേർത്തെഴുതാനാണ്. അത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 53ാമത്തെ, ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. അത് ഓപ്ഷൻ എ 1, 3 ശരി. 1, 3 ഏതാണ്? ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. അതിൽ 3 അഭിനവ കേരള മുഖപത്രം തുടങ്ങി. അത് 1, 3 ശരി. 54, ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറഞ്ഞവയിൽ ഏതാണ്? അത് ഓപ്ഷൻ ബി ആണ്. 2, 4 ശരി. 2 ഏതാണ്? കാസ്ലിങ്ങും 4 സ്റ്റെയിൽമേറ്റുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത 55, കാളിദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപമാണ്? ഓപ്ഷൻ ബി മുടിയേറ്റ്. 56ാമത്തെ, കാലക്രമം അനുസരിച്ച് എഴുതുക. അത് ഓപ്ഷൻ സി രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമതാരക, കേരളമിത്ര. 57ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. അത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ചേരുംപടി ചേർക്കലാണ് 58ാമത്തെ ക്വസ്റ്റ്യൻ. ഏതൊക്കെയാ നോക്കാം. കേരളശ്രീ വൈക്കം വിജയലക്ഷ്മി, കേരളപ്രഭ ഓംചേരി എൻ പിള്ള, കേരള ജ്യോതി അത് MT വാസുദേവൻ നായർ, പത്മശ്രീ ചെറുവയൽ രാമനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ.
59-ാമത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തതാണ്. ഉത്തരം ഡി, ഓപ്ഷൻ ഡി മൈക്രോഫോൺ. PDF-ന്റെ പൂർണ്ണരൂപം. 60-ാമത്തെ ക്വസ്റ്റ്യൻ, PDF-ന്റെ പൂർണ്ണരൂപം ഓപ്ഷൻ സി പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ്. അടുത്ത 61, IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണ്? അത് ഓപ്ഷൻ സി സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്. 62-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ സഫാരി. 63, ഗൂഗിളിന്റെ പുതിയ AI സംവിധാനമാണ്. ഓപ്ഷൻ ബി ജെമിനി. 64-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ഓപ്ഷൻ എ വോയൂറിസം. 65-ാമത്തെ ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാരപരിധി എത്രയാണ്? അത് ഓപ്ഷൻ സി 1 കോടി രൂപ വരെയാണ്. 66-ാമത്തെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷനാണ്. ഓപ്ഷൻ ഡി ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. 67-ാമത്തെ ക്വസ്റ്റ്യൻ, പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥയുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷയാണ്. ഓപ്ഷൻ ബി 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയാണ്. 68-ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? ഓപ്ഷൻ ബി 5 ആണ്. 69-ാമത്തെ ക്വസ്റ്റ്യൻ, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? അത് ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 70-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? അത് ഓപ്ഷൻ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ. ഇനി അടുത്ത മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒറ്റയനെ കണ്ടെത്തുക. അത് ഓപ്ഷൻ ബി 9:85. 72-ാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ ആൻസർ എ ആണ്. ഓപ്ഷൻ എ 24. 78-ാമത്തെ, താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയം കാണുക. അത് ഓപ്ഷൻ ഡി ആണ്. 74-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്കിനെ JUBGR എന്ന് എഴുതാമെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. 74-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. 75-ാമത്തെ ആൻസർ ബി ആണ്. 76 സി, നീളവും വീതിയും തുല്യം എന്നുള്ളതാണ്. 77 ഓപ്ഷൻ ബി ആണ്. 78 ഓപ്ഷൻ എ. 79 ഓപ്ഷൻ ഡി. 80 ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ 81, ഐഡൻറ്റിഫൈ ഇൻ ഇംഗ്ലീഷ് ആണ്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. അത് ഓപ്ഷൻ ബി ആണ്. ഇനി 82-ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പങ്ക്ച്വേഷൻസ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ്. അത് ഓപ്ഷൻ എ ആണ്. 83-ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ സെൻറ്റൻസ് ദാറ്റ് യൂസസ് ദ കറക്റ്റ് ഫോം ദ വെർബ്സ് ടു ബി ഇൻ ദ പാസ്റ്റ് ടെൻസ്. അത് ഓപ്ഷൻ ഡി ആണ്. വി വർ ആൾ വെരി ടയേർഡ് ആഫ്റ്റർ ദ ലോങ് ഹൈക്ക് യെസ്റ്റർഡേ എന്നുള്ളത്. 84-ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ഹെർ കറക്റ്റ് യൂസ് ഓഫ് മോഡൽ വെർബ്സ് ആണ്. അത് ഓപ്ഷൻ ഡി ആണ്. വി ഷുഡ് ബ്രിങ് ആൻ അംബ്രല്ല ഇൻ കേസ് ഓഫ് റെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ 85, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻസ് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അത് ഓപ്ഷൻ എ ആണ്. 86, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് എ സിനോണിം ഫോർ അബ്യൂട്ടൻറ്റ്. അത് തന്നെ പ്ലെൻറ്റിഫുൾ ആണ്. ഓപ്ഷൻ ബി ആണ് പ്ലെൻറ്റിഫുൾ. 87, വാട്ട് ഈസ് ദ ബെസ്റ്റ് അന്റോണിയം ഫോർ മൈസർലി. മൈസർലി എന്നുള്ളതിൻ്റെ അതേ വാക്ക് തന്നെ ഓപ്ഷൻ എ ജനറസ് ആണ്. 88, ചൂസ് ദ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ്. ഓപ്പോസിറ്റ് വേർഡ്സ് ഏതാണ്? ഹാർമോണിയസിൻ്റെ ഓപ്പോസിറ്റ് ഡിസ്കോർഡൻ്റ് ആണ്. 88 ഓപ്ഷൻ എ ഡിസ്കോർഡൻറ്റ്. 89, സെലക്ട് ദ വേർഡ് ദാറ്റ് ഈസ് മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു എഫിമെറൽ. അത് 88-ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് ടെമ്പററി. 90 ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ ദ എക്സ്പ്രഷൻ. അത് ഓപ്ഷൻ എ ആണ് ഫ്ലോറിമാനിയ. അടുത്ത 91-ാമത്തെ ശരിയായ പദം എഴുതുക. അത് ഓപ്ഷൻ ഡി ആണ്. 92 ഭാഗ്യം. ഭാഗ്യത്തിൻ്റെ വിപരീത പദമാണ് സമഗ്ര. ഓപ്ഷൻ ബി സമഗ്രം. 93 കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം. അത് ഏതാണെന്നുള്ളത് ഓപ്ഷൻ ഡി പിബാസു ആണ്. 94 നീഹാരം. നീഹാരം അതിൻ്റെ പര്യായ പദമാണ്. ഓപ്ഷൻ എ മഞ്ഞ്. 95 താഴെ പറയുന്നവയിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ്? ധീരൻ ധീര, ഏകാഗി ഏകാഗ്നി, പക്ഷി പക്ഷിണി, തമ്പി തങ്കച്ചി. അത് ഉത്തരം എല്ലാം ശരിയെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എല്ലാം ശരി. 96 കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്താണ്? അത് ഓപ്ഷൻ എ അവസാനത്തെ പ്രവൃത്തിയാണ് കലാശക്കൊട്ട്. 97 പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ ഏതാണ്? അത് നടപടിക്രമം. ഓപ്ഷൻ ഡി നടപടിക്രമമാണ് പ്രൊസീഡിങ്സ്. 98 വാഗ് പ്ലസ് മയം ചേർത്ത് എഴുതുക. അത് വാഗ്മയം. ഓപ്ഷൻ സി ആണ്. വാഗ്മയമാണ്. ഓപ്ഷൻ സി ആണ്. 99 അവൻ പിരിച്ചെഴുതുക. അവൻ പിരിച്ചെഴുതുക എന്നുള്ള ഓപ്ഷൻ ഡി. ആ പ്ലസ് എൻ ആണ് അവൻ. ഓപ്ഷൻ ഡി ആണ്. അടുത്തത് പൂജക ബഹുവചനം. അത് ഏതാണ്? ഓപ്ഷൻ ഡി ആചാര്യർ.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക.